നമ്മുടെ തകർച്ചകൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പരീക്ഷണങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഇതൊന്നും നിങ്ങൾ ആരോടും പറയരുത്. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മൾ പല ആൾക്കാരോടും പറയുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്കൊരു സമാധാനം, ആ ഒരു നിമിഷത്തെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾ ആരോടാണോ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറയുന്നത്, അവർ വീണ്ടും പിന്നീട് അത് കേൾക്കാനുള്ള സാഹചര്യം കുറയും. ഭാവിയിൽ നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട നിങ്ങളുടെ കോൺഫിഡൻസ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും എന്ത് ചെയ്യും, കുറയും. അപ്പം അതുകൊണ്ട് നമ്മളൊരു സിമ്പതിക്ക് വേണ്ടി, ഒരു സഹതാപത്തിന് വേണ്ടി നമ്മുടെ പ്രശ്നങ്ങൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഒരു പവറാക്കിയിട്ട്, ഒരു വാശിയോട് കൂടിയിട്ട് ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, തയ്യാറെടുക്കുക. അപ്പോൾ ആ ലക്ഷ്യത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോബ്ലം നമുക്കൊരു പ്രോബ്ലം ആയിട്ട് തോന്നില്ല. നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ പ്രശ്നത്തിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നം വലുതായി കാണും. പക്ഷെ നമ്മൾ പ്രശ്നത്തിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ആ ഡെസ്റ്റിനേഷൻ, എനിക്ക് അവിടെ എത്തണം, എനിക്ക് എൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്ന് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊന്നും ആരോടും പറയേണ്ട ഒരു അവസ്ഥ വരില്ല. നിങ്ങൾ ആക്ടിവിറ്റിയിലേക്ക് പോകും, എന്തെങ്കിലും ആക്ഷനിലോട്ട് പോകും. വെറുതെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് വേണ്ടാത്ത നെഗറ്റീവ് തോട്ടുകളൊക്കെ വരിക. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും വെറുതെ ഇരിക്കാതെ നമ്മുടെ ആക്ഷന് വേണ്ടി മാക്സിമം എന്ത് ചെയ്യാം, പ്രവർത്തിക്കാം. ഇനി ഏത് മത്സര പരീക്ഷകൾക്കും കോൺഫിഡൻസോടെ തയ്യാറെടുക്കാം ലാമൻ ബുക്സിലൂടെ. PSC, SSC, CAT ആൻഡ് സ്കോളർഷിപ്പ് എക്സാംസ്.